ഹായ് ഹലോ, എൻ്റെ പേര് അമൽ. മലയാളം റീബർട്ട് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ReaVerbate എന്ന് പറഞ്ഞൊരു പ്ലഗിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇതാണ് നമ്മുടെ ReaVerbate എന്ന് പറഞ്ഞ പ്ലഗിൻ. ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതും കൂടെ ഒരു പ്ലഗിനാണ്. അപ്പോൾ നമ്മളെല്ലാവരും റിവേർബ് എന്ന് പറഞ്ഞ പ്ലഗിൻ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സറൗണ്ടിങ്സിലാണെങ്കിൽ പോലും റിവേർബ് ഉണ്ട്. റിവേർബ് എന്ന് പറയുമ്പോൾ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള സൗണ്ട് വേവിനെയാണ് നമ്മൾ റിവേർബ് എന്ന് പറയുക. ഇപ്പോൾ റിവേർബ് ഇപ്പം 4 വാൾസ് എവിടെയുണ്ട്, അല്ലെങ്കിൽ 5 വാൾ, 6 വാൾ, അങ്ങനെ എത്ര വാൾസ് ഉണ്ടോ അതിനനുസരിച്ച് റിവേർബിൻ്റെ ആ ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ് ചേഞ്ച് ആവും. അതിനനുസരിച്ചായിരിക്കും റിവേർബിൻ്റെ ടോൺ വരിക എന്നുള്ളത്. ആ ടോണിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ReaVerbate എന്ന് പറഞ്ഞ ഈ പ്ലഗിൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിൽ റിവേർബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ചർച്ചിലൊക്കെ പോവുകയാണെങ്കിൽ, ചർച്ച് വലിയ ബിൽഡിംഗ് ആണ്, ഭയങ്കര നീളം വീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിവേർബിൻ്റെ ടൈമിനും ഒക്കെ വ്യത്യാസം വരും. അതായത് റിവേർബേറ്റ് ചെയ്യുന്ന ടൈമിനൊക്കെ വ്യത്യാസം വരും. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്, അപ്പോൾ ഈ സോഴ്സ് സൗണ്ട് അടുത്തുള്ള വാളിൽ ഹിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ആ സൗണ്ടിനെയാണ് റീവെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സൗണ്ട് ഓരോ അറ്റ്മോസ്ഫിയർ അനുസരിച്ചും ചേഞ്ച് ആവും. അപ്പോൾ നമ്മളെങ്ങനെയാണിത് പ്ലഗിനിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വോക്കൽസിനൊക്കെ ആണെങ്കിലും നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള വോക്കൽസ് ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെറ്റാക്കി ചെറിയ റിവേർബ് കൊടുക്കുമ്പോഴേക്കും ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതിനായിട്ടൊക്കെയാണ് നമ്മൾ റിവേർബ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡിസൈനിങ് പർപ്പസിന് നമ്മൾ റിവേർബ് ഉപയോഗിക്കാറുണ്ട്. അത് എഫക്ട്സിലാണ്. സൗണ്ട് എഫക്ട്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും നമ്മളിതുപോലെ റിവേർബ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്ലഗിൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നോക്കാം. ആദ്യം നമുക്കിവിടെ 2 ട്രാക്കാണ് ഞാൻ ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ഡ്രം ട്രാക്കാണ്. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ഗിറ്റാറാണ്, അക്കോസ്റ്റിക് ഗിറ്റാറാണ്. അപ്പം ഞാൻ ജസ്റ്റ് 2 ട്രാക്ക് ഒന്ന് കേൾപ്പിക്കാം. ഇതാണ് ഫസ്റ്റ് ട്രാക്ക്, നമ്മൾ ഡ്രം ട്രാക്ക്. നമുക്ക് ഗിറ്റാർ, അക്കോസ്റ്റിക് ഗിറ്റാർ ഒന്ന് കേട്ട് നോക്കാം. ഇപ്പം നമ്മൾ കേട്ടത് 2ലും റിവേർബ് ഇല്ലാത്ത ട്രാക്കാണ്. അപ്പം നമുക്ക് റിവേർബ് ഇട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഡ്രം ട്രാക്കിൽ എങ്ങനെ റിവേർബ് പ്രോസസ്സ് ചെയ്യുന്നുള്ളത് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് ആദ്യം പാരാമീറ്റേഴ്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ കാണാം റൂം സൈസ്. റൂം സൈസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ത് ടൈപ്പ് റൂമിലാണ് നമ്മളിത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. റീസെറ്റ് ഫാക്ടറി ഡിഫോൾട്ട് ഞാൻ കൊടുത്തു. അപ്പം ബൈ ഡിഫോൾട്ട് ഈ ഒരു സെറ്റിങ്സിലായിരിക്കും കിടക്കുക. അപ്പം ഞാൻ ഒന്ന് ബൈപ്പാസ് ചെയ്തും അതിനെ ആക്റ്റീവ് ആക്കിയിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് കേൾപ്പിക്കാം. നിങ്ങൾക്ക് ഡിഫറൻസ് ശരിക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ ആക്റ്റീവ് ആക്കിയിട്ട് നമുക്ക് റൂം സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ടീക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് കാണിക്കാം പ്ലേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ റൂം സൈസ് കൂട്ടുന്നതനുസരിച്ച് റിവേർബിൻ്റെ സൗണ്ടിങ്ങും ഭയങ്കര തിക്കായിട്ടിരിക്കും, നല്ല ഫാറ്റായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു സൗണ്ടിങ് കിട്ടണമെങ്കിലാണ് നമ്മൾ റൂം സൈസ് കൂട്ടി കൊടുക്കുന്നത്. വലിയ റൂമിൽ പ്ലേ ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൂം സൈസ് കുറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ റിവേർബിൻ്റെ ആ ഒരു ഓവറോൾ എഫക്റ്റും കുറയും. നമുക്ക് ഈ 75 വെച്ചിട്ട് തന്നെ ഡാമ്പൻ ചെയ്ത് നോക്കാം. ഡാമ്പനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേർബ് വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അത് ഫെയ്ഡായി പോകണം, അതായത് കംപ്ലീറ്റ്ലി ഡിഫോൾട്ട് സ്റ്റേറ്റിലേക്ക് വരണം. അതാണ് ഡാമ്പനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡാമ്പൻ നമ്മൾ ഒത്തിരി ചെയ്ത് കഴിയുമ്പം ഒരു പ്ലേറ്റ് എഫക്റ്റാണ് കിട്ടുന്നത്. റിവേർബിൽ തന്നെ പ്ലേറ്റ് ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ഹാളുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ വേറെ സെറ്റിങ്സ് നമ്മൾ നോർമൽ റിവേർബിൽ കാണാം. പക്ഷെ അങ്ങനത്തെ
ഒരു വൺ ക്ലിക്ക് മെത്തേഡ് അല്ല ഇവർ യൂസ് ചെയ്യുന്നത്. നമ്മളിത് സ്ലൈഡ് ചെയ്ത് തന്നെ നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കണം. ഞാനിവിടെ ഒന്ന് ടീക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഈ സെറ്റിങ്സിൽ മുന്നോട്ട് പോവാം. ഇനി അടുത്ത് സ്റ്റീരിയോ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ റിവേർബിൻ്റെ സ്റ്റീരിയോ വിഡ്ത്താണ് അവർ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ട്രാക്കിൻ്റെ അല്ല. അപ്പം റിവേർബിന് എന്തോരം വിഡ്ത്ത് വേണം എന്നുള്ളതാണ്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. അത് നമുക്ക് മോണോ ആക്കി കഴിയുമ്പം സെൻറ്ററിൽ നിന്ന് മാത്രം കേൾക്കുന്നതായിട്ട് തോന്നും. അത് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ കേട്ട പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് മാത്രമായിട്ടാണ് നമുക്ക് തോന്നിയത് വിഡ്ത്ത് കുറഞ്ഞപ്പോൾ. വിഡ്ത്ത് കൂടിയപ്പം ലെഫ്റ്റും റൈറ്റും നല്ല വിഡ്ത്ത് നല്ലതായിട്ട് കേൾക്കായിരുന്നു. ഇനി നമുക്ക് ഇനിഷ്യൽ ഡിലേ എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡറും കൂടെ ഉണ്ട്. അപ്പോൾ ഇനിഷ്യൽ ഡിലേ എന്താണെന്ന് നോക്കാം. ഇനിഷ്യൽ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡിലേ നമ്മുടെ റിവേർബ് തുടങ്ങുന്നതിന് മുമ്പേ കൊടുക്കും. ഒരു ചെറിയ ഡിലേ എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ടിങ്, ആ ഒരു എഫക്റ്റ് നമുക്ക് ആ റിവേർബിന് മുമ്പ് വേണമെന്നുണ്ട്. ഒരു പ്രീ ഡിലേ എന്നൊക്കെ പറയും നമ്മൾ. അതുതന്നെയാണ് ഈ ഇനിഷ്യൽ ഡിലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിലേ വന്നിട്ട് റിവേർബിലേക്ക് കയറുന്ന ഒരു സൗണ്ടിങ് ആണ് നമുക്ക് അതിൽ കൂടെ കിട്ടുക. പിന്നെ താഴെ നമ്മൾ എല്ലാ പ്ലഗിനിലും കണ്ട പോലെ തന്നെ ലോ പാസ് ഹൈ പാസ് ഫിൽറ്ററാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതായത് ലോ പാസിനെ ഫിൽറ്റർ ചെയ്യാം, ഹൈ പാസ് ഫിൽറ്റർ ചെയ്യാം. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ മാത്രം വേണേൽ പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ റിവേർബ് നമ്മൾ ബേസിലൊന്നും പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. അത് ഡിപ്പെൻസ് ആണ്, നമ്മുടെ ആവശ്യം പോലെയാണ്. ഇപ്പോൾ ഈ ട്രാക്കിൽ ഞാനിത് കട്ട് ചെയ്തിട്ടൊരു 200 വരെ എനിക്ക് റിവേർബ് വേണ്ട, ഹൈ കടത്തി വിട്ടാൽ മതി. അത്ര ഏരിയ മാത്രം പ്രോസസ്സ് ചെയ്ത് കേൾക്കുള്ളൂ. ബാക്കി ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിൽ നല്ലത് നമ്മൾ ഇതിന് ശേഷം, അതായത് ഒരു ഇക്യൂ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഈ ഇക്യൂവിൽ ബൂസ്റ്റ് ചെയ്യേണ്ടത് ഏത് ഫ്രീക്വൻസിയാണെന്ന് വെച്ചാൽ, അതായത് റിവേർബിൽ കൂടെ കയറിയിട്ട് സൗണ്ട് റീ ഇക്യൂ വരുമ്പം അത് ബൂസ്റ്റായിട്ട് കേൾക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇക്യൂവിൽ ബൂസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. സെപ്പറേറ്റ് ആയിട്ട് ഇക്യൂ ഇട്ടിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ അവിടെ ഫിൽറ്റർ ചെയ്യുന്നതിലും ഒന്നുകൂടെ നല്ലത് ഇതാണ്. ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയാണ് ഡ്രമ്മിൽ ഈ റിവേർബ് ഉപയോഗിക്കുന്നത്. ഇനി റൂം സൈസ് ഡാമ്പനിങ് ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും ബാക്കിയുള്ള ഈ ഡ്രൈ വെറ്റ് എന്നുള്ള സ്ലൈഡർ. അപ്പം ഇപ്പോൾ റൂം സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറ്റ് ഇച്ചിരി കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഡ്രൈ സിഗ്നൽ കുറഞ്ഞു പോകും. പാരാമീറ്റേഴ്സിൻ്റെ എല്ലാം ഒരു ബാലൻസ് ആണ് നമ്മുടെ റിവേർബ് ഭംഗിയാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സോഴ്സ് സൗണ്ട് എന്താണ്, എങ്ങനെയാണ് നമ്മളതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ളിൽ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഗിറ്റാറിൽ ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം. ഫാസ്റ്റായിട്ടാണ് നമ്മുടെ സൗണ്ടിങ്, അതായത് ഓരോ നോട്ട്സും പ്ലേ ആവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡാമ്പനിങ് ഫാസ്റ്റായി കൊടുക്കുന്നതാണ് നല്ലത്. അതെല്ലാം നമുക്ക് മുഴങ്ങി കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാമ്പനിങ് കൂട്ടിയും വെക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.